നമസ്കാരം. സർക്കാരിനോടൊരു അപേക്ഷയുണ്ട്. സർക്കാർ ഇപ്പം പുതിയ ആൾ അധികാരത്തിൽ കയറിയപ്പോഴത്തേക്ക് നിബന്ധനകളെല്ലാം അങ്ങ് മാറ്റി. എന്തിനാ സാറേ ഈ സൗജന്യ യാത്ര വെച്ചിരിക്കുന്നത്? സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാര്യം തന്നെ. പക്ഷെ അത് വികലാംഗർക്ക്, സുഖമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക്, ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾ സൗജന്യ യാത്ര നൽകിയെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇത് കാശുള്ളവരും ഇല്ലാത്തവനും എല്ലാവർക്കും ഈ ഫ്രീ ആയിട്ട് കൊടുത്ത് നിങ്ങൾ ഈ നഷ്ടമൊക്കെ എവിടെ കൊണ്ടിട്ട് നികത്തും? നിങ്ങൾക്ക് എന്തുമാത്രം നഷ്ടം ഇതിനകത്ത് സംഭവിക്കും? ഈ നഷ്ടം സംഭവിച്ചാലും ജനങ്ങൾ വേണമല്ലോ ഇതെല്ലാം പരിഹരിക്കേണ്ടത്. അതുകൊണ്ട് 1000 രൂപ സർക്കാർ ഈ പെണ്ണുങ്ങൾക്ക് പെൻഷനായിട്ട് നൽകി, അത് നിർത്തലാക്കി. അത് കൊടുക്ക്. അതുപോലെ തന്നെ കുറേ ലോട്ടറി അച്ചടിച്ചിറക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന് പ്രൈസ് കൊടുക്ക്. അപ്പോൾ ആ പ്രൈസ് കോടികളും ലക്ഷങ്ങളും ഒന്നും കൊടുക്കണ്ട. ഒരു 5000-ഓ 1000-ൻ്റെ 500-ൻ്റെ ഒക്കെ പ്രൈസ് കൊടുക്കുമ്പോൾ അത്രയും ടിക്കറ്റുകൾ വിറ്റുമാറുക. അപ്പോൾ സർക്കാരിന് നേട്ടങ്ങളല്ലാതെ നഷ്ടങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല, നേട്ടങ്ങൾ സംഭവിക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് ഈ വണ്ടി സൗജന്യമായിട്ട് യാത്ര ചെയ്യിപ്പിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എന്തോ നേട്ടമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഇത് നിർത്തലാക്ക്. ഇത് ആഡംബരമാണ്. ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളല്ല. അതുപോലെ പ്രൈവറ്റ് ബസ്സുകാർ അവരും ടാക്സ് ഒക്കെ അടച്ചല്ലേ അവർ ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതും ഒക്കെ ഓരോ കുടുംബം പോറ്റാനല്ലേ അവർ ഇറങ്ങി വരുന്നത്. അവരുടെ കഞ്ഞിക്കകത്ത് മണ്ണുവാരി ഇടുമല്ലേ. മറ്റേ സർക്കാർ ഇരുന്നപ്പോൾ ഈ മാതിരി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും സന്തോഷമേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഓണത്തിന് ക്ഷേമനിധി ഉള്ളവർക്ക് ബോണസ് മേടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം കാശ് ഇച്ചിരി അടയ്ക്കാൻ താമസിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ചെന്നപ്പം പറഞ്ഞ് അദാലത്തിന് വെച്ചേക്കുവാന്ന്. ഓണം അടുപ്പിച്ചെന്ന് കാശ് അടയ്ക്കാൻ ചെന്നപ്പം പറഞ്ഞ് ഇപ്രാവശ്യം ബോണസും ഇല്ല, അദാലത്ത് ഇപ്പം ഇല്ലെന്ന്. ഇപ്പോൾ ഓണം കഴിഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് ചിലപ്പോൾ ഓണത്തിന് മുമ്പ് അദാലത്ത് കാണുമല്ലോ, ഓണം കഴിഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ബോണസ് കിട്ടുന്ന പരിപാടിയില്ലെന്ന്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുക, അല്ലാത്തത് തള്ളിക്കളയുക. എന്നെങ്കിലും ഏത് പാർട്ടി ജയിച്ചാലും ഏത് ജനം ഭരിച്ചാലും അത് പ്രയോജനപ്പെടുത്തുള്ളൂ. നന്മകൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ പരമാവധി എല്ലാവരും ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താൻ നോക്കാം. ബൈ.